പോക്സോ കേസ് പ്രതിയായ ബ്ലോഗർ മുകേഷ് എം നായരെ സ്കൂൾ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടകനാക്കിയതിൽ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിക്കുന്നു. സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ആര് പങ്കെടുത്താലും പ്രധാന അധ്യാപകന് ഉത്തരവാദിത്വമുണ്ട്. സംഭവത്തിൽ സ്കൂൾ മാനേജർ നടപടിയെടുത്തില്ലെങ്കിൽ സർക്കാർ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഊന്നി പറഞ്ഞു. അന്വേഷണം ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട് പുസ്തകവും അതുപോലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നത്. അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത്. അവർക്ക് അബദ്ധം പറ്റിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, കൂടുതൽ വിശദാംശങ്ങൾ. എന്തായാലും ഫോർട്ട് ഹൈസ്കൂളിലെ അധികൃതർക്കെതിരെ നടപടി ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം അദ്ദേഹം പറഞ്ഞത് പ്രകാരം നിലവിൽ ഈ പരിപാടിയിൽ പോക്സോ കേസ് പ്രതി വന്നത് ഈ അദ്ദേഹത്തിന്റെ അറിവോടെയാണോ അല്ലാതെയാണോ എങ്കിൽ പോലും അതിന് ഒരു ഉത്തരവാദിത്വം സ്കൂൾ പ്രധാന അധ്യാപകനുണ്ട്. കാരണം സ്കൂൾ പ്രധാന അധ്യാപകനാണ് ഒരു പരിപാടിയിൽ പ്രവേശനോത്സവമാകട്ടെ മറ്റെന്ത് പരിപാടിയാകട്ടെ അതിൽ ആര് പങ്കെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രധാനമായി ചോദിച്ചത് ഈ മുകേഷ് എം നായർ അവിടെ വന്നിട്ടുണ്ടോ, ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ പോയിട്ടുണ്ടോ, എത്ര സമയം പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അതിൽ അവരുടെ വേർഷൻ, അതായത് സ്കൂൾ പ്രധാന അധ്യാപകന്റെ വേർഷൻ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കൂൾ പ്രധാന അധ്യാപകനാണ് അതിന്റെ പൂർണ്ണ അധികാരി. ഈ സാഹചര്യത്തിൽ നടപടി ഉണ്ടാവും. പക്ഷേ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളായതുകൊണ്ട് തന്നെ സർക്കാരിന് നേരിട്ട് നടപടി എടുക്കാൻ കഴിയില്ല. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ആദ്യം മാനേജർക്ക് ഈ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകണം. അതിൽ മാനേജർ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത കാലയളവിൽ നടപടി എടുത്തില്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് നടപടിയെടുക്കാം. അതുകൊണ്ട് തന്നെ ആദ്യ നടപടി എന്ന നിലയിൽ സ്കൂൾ മാനേജർക്ക് കത്ത് നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. SK. താങ്ക് യു.